ഓ ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 31 ശ്ലോകം 10. ഭഗവാനോട് തന്നെ വാക്ക് പാലിക്കാൻ അനുവദിക്കണം. മൂന്നാമത്തെ അടി തൻ്റെ ശിരസിൽ വയ്ക്കണം എന്ന് മഹാബലി ആവശ്യപ്പെട്ടു. ഭഗവത് ഭക്തി കൊണ്ട് സാക്ഷാത്കാരം നേടിയ ഭഗവാന്റെ പ്രിയങ്കരനായിട്ടുള്ള പ്രഹ്ലാദൻ കൂടി അവിടെ എത്തി മഹാബലിയുടെ സത്യനിഷ്ഠയെ അനുമോദിച്ചു ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. നമുക്ക് ശ്ലോകം നോക്കാം. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോऽസി പുണ്യൈർ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായൂജ്യം ഭജ ച പുനർ ഇത്യന്വഗൃഹ്ണ ബലിം തം വിപ്രൈ സന്ദാനിതമഖവര പാഹി വാതാലയേശ. അർത്ഥം: ദൈത്യ അല്ലയോ അസുര രാജാവേ, വിഹിതം അഖിലം, ഇവിടെ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ദർപ്പ ഉച്ഛിത്യൈ, നിന്റെ ദർപ്പം ഛേദിച്ച് കളയാൻ മാത്രമായിരുന്നു, അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അറിയണം. ത്വം പുണ്യൈ, നീ പുണ്യശാലിയാണ്. സിദ്ധ അസി, സിദ്ധനാണ്, എല്ലാ സിദ്ധികളും നിനക്കുണ്ടാകുന്നതാണ്. തേ വാസവത്വം, ഇനി നീ ഇന്ദ്രനായിരിക്കുക എന്ന ആ അവസ്ഥ കൂടി അസ്തു, ഉണ്ടാവട്ടെ. പശ്ചാത്ത്, കൂടാതെ അതിനുശേഷം. തേ ത്രിദിവ വിജയി, നീ 3 ലോകത്തെയും ജയിക്കുന്ന ലോക അസ്തു, ആ സുതലത്തിൽ വസിച്ചാലും. പുന മത്സായൂജ്യം ച, പിന്നീട് ആരും കൊതിക്കുന്ന എൻ്റെ സായൂജ്യവും കൂടി നിനക്ക് നൽകുന്നതാണ്. ഇതി ത്വം തം ബലി, ഇങ്ങനെ ഭഗവാനെ അവിടുന്ന് തം ബലി, ആ മഹാബലിയെ അനുഗൃഹ്ണ, അനുഗ്രഹിച്ചുവല്ലോ. വാതാലയേശ, അല്ലയോ ഗുരുവായൂരപ്പ. വിപ്രൈ സന്ദാനിതമഖവര, അതിനുശേഷം മഹാബലി തുടങ്ങിവെച്ച ആ 100ാമത്തെ യാഗം കൂടി ബാക്കിയാവാതിരിക്കാൻ അവിടെയുള്ള ശുക്രാചാര്യർ തുടങ്ങിയിട്ടുള്ള വിപ്രന്മാരെ കൊണ്ട്, ബ്രാഹ്മണന്മാരെ കൊണ്ട് സന്ദാനിതം നടത്തി പൂർത്തിയാക്കി. ത്വം പാഹി, അങ്ങനെയുള്ള കരുണാമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് എന്നെയും രക്ഷിക്കണേ. ദർപ്പോച്ഛിത്യൈ വിഹിതം അഖിലം, ദൈത്യരാജാവേ, അങ്ങേക്ക് ഇവിടെ ഉണ്ടായ എല്ലാ അനുഭവങ്ങളും ഞാൻ ചെയ്തത് അങ്ങയുടെ അവശേഷിച്ചിരിക്കുന്ന അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ദൈത്യ സിദ്ധോസി, അല്ലയോ രാജാവേ, അവിടുന്ന് സിദ്ധനായി കഴിഞ്ഞു. പുണ്യൈർ ലോകേ ലോക തേ അസ്തു, സകല പുണ്യങ്ങളും തികഞ്ഞിട്ടുള്ള ആളായി നീ മാറി. ത്രിദിവ വിജയി വാസവത്വം ച പശ്ചാത്ത്, ത്രിദിവ എന്ന് പറഞ്ഞാൽ സ്വർഗം, സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമായ ലോക തേ അസ്തു, ലോകം നിനക്ക് സുതലം ലഭിക്കുന്നതാണ്. പശ്ചാത്ത് വാസവത്വം ച, പിന്നീട് ഇന്ദ്രൻ എന്ന സ്ഥാനം, അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനാകുന്നതും നിനക്ക് ഞാൻ അനുഗ്രഹമായി നൽകുന്നു. പുന മത്സായൂജ്യം ച ഭജ, അതിനുശേഷം എൻ്റെ സായൂജ്യവും നീ അനുഭവിക്കുക. ഇതി, ഇപ്രകാരം. തം ബലിം അനുഗൃഹ്ണ, ആ ബലിയെ അനുഗ്രഹിച്ചുകൊണ്ട്. വിപ്രൈ സന്ദാനിതമഖവരം, ആ ശ്രേഷ്ഠമായ യാഗം മഹാബലിയുടെ ഒപ്പമുണ്ടായിരുന്ന ബ്രാഹ്മണരെ കൊണ്ട് മുഴുവനാക്കിച്ചു. പാഹി വാതാലയേശ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. ഭഗവാൻ ഈ ലീല വഴി മഹാബലി എന്ന അസുരചക്രവർത്തിയുടെ മനസ്സിൻ്റെ ഉറപ്പ്, വാക്കിൻ്റെ സ്ഥിരത
എല്ലാം സകല ലോകത്തെയും ബോധ്യപ്പെടുത്തി. കൂടാതെ ഭഗവാനോടുള്ള ഭക്തിയും. മഹാബലിയെ ഭഗവാൻ എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിച്ചത്? ആദ്യം തന്നെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അഹങ്കാരത്തെ മാറ്റിക്കളഞ്ഞു. പിന്നെ സകല സിദ്ധികളും നൽകി വിശ്വകർമാവ് നിർമ്മിച്ചിട്ടുള്ള സുതലം വാസസ്ഥാനമായി നൽകി. അടുത്ത മന്വന്തരത്തിലത്തെ ഇന്ദ്രൻ എന്ന പദവി നൽകി. ഭഗവാന്റെ സുദർശന ചക്രം എപ്പോഴും രക്ഷയ്ക്കായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഭഗവാൻ സ്വയം അവിടെ ഉണ്ടാകും. മഹാബലി ആഗ്രഹിക്കുന്ന സമയത്ത് ദർശനം പോലും നൽകും. പിന്നെ ഒരിക്കലും അസുരഭാവം മഹാബലിയെ സ്പർശിക്കില്ല. കൂടുതൽ സന്തോഷത്തിനായി ഭഗവാന്റെ വത്സനായിട്ടുള്ള പ്രിയഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ മഹാബലിയുടെ ഒപ്പം വസിക്കും. ഏറ്റവും ഒടുവിൽ തൻ്റെ കൂടെ ചേരാനുള്ള ആ ഒരു അനുഗ്രഹം, സായുജ്യ മുക്തിയെയും നൽകും. ഇത്രയും അനുഗ്രഹങ്ങൾ മഹാബലിക്ക് ഭഗവാൻ നൽകി. തൻ്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാണ് മഹാബലി അനുഭവിച്ചത്. ആചാര്യൻ ശപിക്കുക പോലും ചെയ്തു. എന്നിട്ടും മഹാനായ ബലി സത്യത്തിൽ നിന്നും തൻ്റെ വാക്കിൽ നിന്നും വ്യതിചലിച്ചില്ല. അധിക്ഷേപ വാക്കുകൾ ഭഗവാൻ പോലും പറഞ്ഞു. എന്നിട്ടും എവിടെ തരാമെന്ന് പറഞ്ഞ സ്ഥലം, നീ ലോകനാഥനല്ലേ, അങ്ങനെയുള്ള പലതും പറഞ്ഞുല്ലോ. എന്നിട്ടും മഹാബലിയുടെ മനസ്സിൻ്റെ ആ ധൈര്യം അത് അപാരം തന്നെയാണ്. അതൊരിക്കലും കുറഞ്ഞില്ല. അസുരജന്മാണെങ്കിലും മഹാബലിയാവട്ടെ, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ വിന്ധ്യാവലിയാവട്ടെ ഭഗവാന്റെ വലിയ ഭക്തരായിരുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരായിരുന്നു. മഹാബലി എന്താ പറഞ്ഞത്? സ്ഥാനം നഷ്ടപ്പെടുന്നതോ നരകത്തിൽ പോകുന്നതോ വരുണപാശബന്ധനമോ എൻ്റെ ഗുരുവിൻ്റെ ശാപം പോലുമോ എന്നെ ഭയപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് അപകീർത്തി വരുമോ എന്നുള്ളതാണ്. അസത്യം പറയുന്നവനാണ് ബലി, വാക്ക് പാലിക്കാതെ വഞ്ചിക്കുന്നവനാണ് എന്നൊക്കെയുള്ള തെറ്റായ പ്രചരണം ഇല്ലാതിരിക്കണം. ഭഗവാനെ, അങ്ങയിൽ നിന്നും ലഭിക്കുന്ന ഈ ശിക്ഷ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് പറഞ്ഞു. ഒരു കാലത്തും നശിക്കാത്ത വിവേകമാണ് അങ്ങ് എനിക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത്. അതിന് കാരണം എന്നോടുള്ളതിനേക്കാൾ എത്രയോ പ്രിയമുള്ള എൻ്റെ പിതാമഹനോടുള്ള ആ ഒരു സ്നേഹം തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ആനന്ദാശ്രുക്കളോടെയാണ് മഹാബലി ഭഗവാനെ നമസ്കരിക്കുന്നത്. ലോകപാലന്മാരും ദേവേന്ദ്രനും കൂടി മഹാബലിയെ ആദരിക്കും. മാത്രമല്ല, വീരനാണ് അവിടുന്ന്, അങ്ങയെ ഞാൻ സദാ രക്ഷിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും, വാമനൻ മഹാബലിയെ ചതിച്ചിട്ടില്ല അല്ലേ? മഹാബലിക്ക് എന്തായിരുന്നു ദോഷം? അഹങ്കാരം ഉണ്ടായിരുന്നു. ഈ 3 ലോകത്തിൻ്റെയും അധിപതി ഞാനാണ്, സ്വർഗമൊക്കെ എൻ്റെ ആ ഒരു മഹിമ കൊണ്ട് ദേവന്മാരെയൊക്കെ പുറത്താക്കിയിട്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം ഇതിൽ തന്നെ പറയും, ഇനി പരശുരാമ അവതാരത്തിലാണ് കേരളം ഉണ്ടാവാൻ പോകുന്നുള്ളൂ. നർമ്മദാ തീരത്താണ് എന്ന് പറയുന്നുണ്ട്. നർമ്മദാ നദി കേരളത്തിലല്ല. പിന്നീട് പരശുരാമൻ വന്ന് തപസ് ചെയ്യാനായിട്ടാണല്ലോ കേരളം ഉണ്ടായത് തന്നെ. അങ്ങനെ എങ്ങനെയോ വന്നു പോയതാണ് ഇതൊക്കെ എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ ഇവിടെ തെളിയിച്ചു തന്നതുപോലെ മഹാബലി എൻ്റെയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന സകല ലോകങ്ങളും സമ്പത്തും ഒന്നും മഹാബലിയുടെ അല്ല എന്ന് മനസ്സിലായി. അതുപോലെ നമ്മളുടേതായിട്ട് ഒന്നുമില്ല. നമ്മൾ ഭഗവാൻ അർപ്പിക്കുന്ന പണമാവട്ടെ, സ്വർണ്ണമാവട്ടെ, പൂവാവട്ടെ, ഫലമാവട്ടെ, എന്ത് തന്നെ ആയാലും അത് നമ്മൾ ഉണ്ടാക്കുന്നതൊന്നുമല്ല, ഭഗവാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് പ്രകൃതിയിൽ. നമുക്കൊരു വസ്തു കൊടുക്കാൻ പറ്റും, അത് നമ്മളുടെ മനസ്സാണ്. അത് ഭഗവാന് നൽകുക. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്കും കിട്ടും. മഹാബലിയോട് ഭഗവാൻ പറഞ്ഞു അവസാനത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള വരി ഭാഗവതത്തിലെ, രക്ഷിഷ്യേ സർവതോഹം ത്വം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ.
എപ്പോഴും ഞാൻ നിന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കും മഹാബലി, നിൻ്റെ പ്രിയപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും കൂടെ. മാത്രമല്ല ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നീ സർവദാ അറിയുകയും ചെയ്യും. അങ്ങനെ ഉള്ള ആ ഒരു അനുഗ്രഹം കിട്ടാനുള്ള അർഹത നമുക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 31ാമത്തെ ദശകവും ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിക്കാം. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവ